തിരുവമ്പാടി മണ്ഡലത്തിൽ പോളിംഗ് സമാധാനപൂർവ്വം പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ 42% രേഖപ്പെടുത്തി. ആദ്യത്തെ 2 മണിക്കൂറിൽ തന്നെ 20%. രാവിലെ തന്നെ മിക്ക ബൂത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചേന്ദമംഗല്ലൂർ GMUP സ്കൂളിൽ 152 നമ്പറിലെ വോട്ട് യന്ത്രം പണിമുടക്കി. രാവിലെ മോക്ക് പോളിംഗ് വിജയകരമായി നടത്തിയിരുന്നു. കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേയിൽ തകരാറ് കാണിക്കുന്നതിനാൽ യന്ത്രം മാറ്റി പുതിയ വോട്ട് യന്ത്രം എത്തിച്ചാണ് പോളിംഗ് ആരംഭിച്ചത്. 1 മണിക്കൂറിലേറെ സമയം വൈകി. ഈ ബൂത്തുകളിൽ സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെട്ടു. ആദ്യ മണിക്കൂറിൽ പോളിംഗ് ശതമാനം 8.7% രേഖപ്പെടുത്തിയത്. 9 മണിയോടെ 22.2% ഉയർന്നു. 934 വോട്ടർമാരാണ് 152 ബൂത്തിലുള്ളത്. ഇതേ സ്കൂളിലെ മറ്റു 3 യൂണിറ്റുകളും രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു. നോർത്ത് ചേന്ദമംഗല്ലൂരിലെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിലെ 154 ബൂത്തിൽ രാവിലെ തിരക്ക് അനുഭവപ്പെട്ടു. 11 മണിയോടെ 39% പേരും വോട്ട് രേഖപ്പെടുത്തി. 100% വിജയം ഉറപ്പിച്ചുള്ള യാത്രയാണ് കഴിഞ്ഞ 23 ദിവസം നടത്തിയത്. MLA ആയിരുന്നുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലൊക്കെ നേരത്തെ ഇടപെടുകയും പോവുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഈ ദിവസം കുറഞ്ഞത് നമ്മളെ ബാധിച്ചിട്ടില്ല. ഏറ്റവും നല്ല നിലയിലുള്ള റെസ്പോൺസ് ഉണ്ട് എന്നതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം. ചില മണ്ഡലത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു കാലം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്കൂള്, ആ സ്കൂളിൽ കാണുന്ന കെട്ടിടം പോലും ഈ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് MLA ഫണ്ടിൽ നിർമ്മിച്ചതാണ്, നമ്മുടെ ഗ്രൗണ്ട് ഉൾപ്പെടെ. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഉണ്ട് എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു നേട്ടമായി, വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന നേട്ടമായി മാറും. സ്ഥാനാർത്ഥികളായ LDFിലെ ലിൻഡോ ജോസഫ് രാവിലെ തന്നെ കൂമ്പാറ GTLP സ്കൂളിലെ 117 ബൂത്തിലും, UDF സ്ഥാനാർത്ഥി CK കാസിം കുടരഞ്ഞിയിലെ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ 106 നമ്പർ ബൂത്തിലും, NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് ബാലുശ്ശേരി മണ്ഡലത്തിലെ കൂരാച്ചുണ്ട് സെന്റ് തോമസ് ഹൈസ്കൂളിലെ 74 നമ്പർ ബൂത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി. ലിൻഡോ ജോസഫ് 15,000 വോട്ടുകൾ നേടി മണ്ഡലം നിലനിർത്തുമെന്നും ഇടതുപക്ഷത്തിൽ നിന്ന് തിരുവമ്പാടി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും CK കാസിം വോട്ട് രേഖപ്പെടുത്തി പറഞ്ഞു. 100% വിജയപ്രതീക്ഷയല്ലല്ലോ ഉള്ളത്. കാരണം ഓരോ ഘട്ടത്തിലും പ്രചരണം മുറുകുമ്പോഴും ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണ അത് ഈ നിമിഷം വരെ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ള രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് എല്ലാ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷം തോന്നുകയാണ്. അല്ല, ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എല്ലാ വോട്ടർമാരെയും കാണുക എന്നുള്ളത് പ്രായോഗികമല്ല. എന്നിരുന്നാലും ഇത്തരം ആളുകളൊക്കെ ആയിട്ട് പരമാവധി ബന്ധപ്പെടാനും ടെലിഫോണിക്കായിട്ടും എല്ലാവർക്കും ബന്ധപ്പെടാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പയിൻ വളരെ നന്നായി പോയി. ഐക്യജനാധിപത്യ മുന്നണിയുടെ ക്യാമ്പയിൻ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു. സംശയമില്ലാത്ത കാര്യമാണ്. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.